വെൽക്കം ടു ദീപ്സ് കിച്ചൺ. അപ്പം നമ്മളിന്ന് ദീപ്സ് കിച്ചണിൽ നല്ല അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരുപാട് ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഗസ്റ്റിനൊക്കെ വരുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് പുതിനയില അതിനെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കൈപ്പിടി നിറച്ച് പുതിനയില. ഓക്കെ, അതുപോലെ തന്നെ ഒരു കൈപ്പിടി നിറച്ച് മല്ലിയില. ഫസ്റ്റ് നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അരച്ച ഇല എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. ഇതിനൊപ്പം തന്നെ ഒരു 1/4 കപ്പ് തൈര്, നല്ല കട്ട തൈര്, അതിനൊപ്പം 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് പെപ്പർ പൗഡർ, ഒരൽപ്പം ജീരകം പൊടിച്ചത്, ക്യുമിൻ സീഡ്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളത് മിക്സ് ചെയ്യുമ്പോൾ ഇതിലോട്ട് ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. തൈരിലെയും നമ്മൾ ആ ഇലകൾ അടിച്ചപ്പോഴൊക്കെ ചേർത്ത വെള്ളവും കൊണ്ട് തന്നെ ചെറിയൊരു വാട്ടർ കണ്ടന്റ് ഇതിലുണ്ട്. ഇത്രയും മതിയാവും നമ്മൾ ചിക്കൻ ഇതിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. നമുക്കിതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 250 ഒരു 300-350 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ അത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല, കത്തിയൊന്നും വെച്ച് വരഞ്ഞൊന്നും കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അതങ്ങനെ ചെയ്യാം. ഇല്ല എങ്കിൽ ഒരു ഫോർക്ക് എടുത്തിട്ട് ഫോർക്ക് വെച്ച് ഈ ചിക്കൻ്റെ മുകളിലൊന്ന് കുത്തി കൊടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ ഈ മസാലയെല്ലാം ഈ ഹോളിലൂടെ നന്നായിട്ട് പിടിച്ച് കിട്ടും. ഓക്കെ, നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 2 മണിക്കൂർ ഇതിങ്ങനെ വെച്ചേക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഓക്കെ, 2 മണിക്കൂറിന് ശേഷം നിങ്ങളത് ഫ്രൈ ചെയ്യാവോ. അപ്പോഴേ നല്ല ടേസ്റ്റായിട്ട് ഈ മസാല എല്ലാം ഇതിലൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. അപ്പം ഞാനത് പറയാനായിട്ട് വിട്ടുപോയി. ഓക്കെ, നമ്മളത് ഈ മസാലകൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഞാൻ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. 2 മണിക്കൂർ. ഓക്കെ, 2 മണിക്കൂറിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ചേക്കാം. ഞാൻ പറഞ്ഞത് കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ഇത് നമ്മൾ മസാല പുരട്ടി വെച്ചേക്കണം. ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് അവിടെ ഒരു തവയിൽ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ, നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം. മീഡിയത്തിൽ വെച്ചിട്ട് നമ്മളെ മസാല പുരട്ടി നമ്മളെ ചിക്കനെല്ലാം ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യണം. ഒരു 5 മിനിറ്റ് നമുക്കിത് ഒരു ഭാഗം കുക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, അപ്പോഴേ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മീഡിയം ലോ ആ ഒരു റേഞ്ചിൽ വേണം നമ്മുടെ ഫ്ലെയിം വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. 5 മിനിറ്റ് ആയിട്ടുണ്ട് ഒരു ഭാഗം കുക്ക് ചെയ്യാനായിട്ട് ഇട്ടിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ കണ്ടല്ലോ, ലൈറ്റ് ഗോൾഡൻ കളർ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതെല്ലാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഗോൾഡൻ കളർ ആവരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ലൈറ്റായിട്ടൊരു ഗോൾഡൻ കളറ് കിട്ടണം. അപ്പം നമ്മൾ ഫ്രൈ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മൾ അടിപൊളി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. പുതിനയിലയും മല്ലിയുടെയും ഒക്കെ ചേർന്ന് നല്ല അടിപൊളി ടേസ്റ്റ്. ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം. ഓക്കെ, അതിന് ശേഷം അഭിപ്രായം പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് വീണ്ടും നല്ല പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ.